നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ ജോർജിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ആറന്മുളയിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയായി നിന്നതെങ്കിൽ തോറ്റു തുന്നം പാടിയതിനു പിന്നാലെ പാർട്ടിയെ കുറ്റപ്പെടുത്താനാണ് ഇപ്പോൾ ധൃതി കൂട്ടുന്നത്. ആറന്മുളയിലെ തോൽവിയിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ വിമർശനങ്ങൾക്കെതിരെ പൊട്ടിത്തെറിച്ച മുൻ മന്ത്രി വീണ ജോർജ് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ ഞാൻ പലകുറി അറിയിച്ചതാണ്. ഇത് ചെവിക്കൊണ്ടതേയില്ല. സ്ഥാനാർത്ഥിയാകാൻ മറ്റാരുമില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടി നിർദ്ദേശം അനുസരിച്ചാണ് മത്സരിച്ചത്. തോൽവിയുടെ ഭാരം തനിക്ക് മാത്രം കെട്ടിവെക്കുന്നത് ശരിയല്ല എന്നും വീണ ജില്ലാ കമ്മിറ്റിയിൽ വ്യക്തമാക്കി. ആറന്മുള മണ്ഡലത്തിൽ മന്ത്രി വീണ ജോർജിന്റെ തോൽവിക്ക് കാരണമായത് അവരുടെ പെരുമാറ്റ രീതിയാണ് എന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നത്. ആര് വിളിച്ചാലും ഫോൺ എടുക്കാത്ത മന്ത്രിയുടെ പെരുമാറ്റം പ്രവർത്തകർക്കിടയിലും അവമതിപ്പുണ്ടാക്കിയെന്നും അഭിപ്രായമുണ്ടായി. പിണറായി വിജയനെതിരെയും യോഗത്തിൽ ശബ്ദം ഉയർന്നിരുന്നു. പേരാവൂരിൽ സീറ്റ് നൽകി മുൻ മന്ത്രി KK ശൈലജയെ കുരുതി കൊടുത്തു. പിണറായിയുടെ ഈഗോയാണ് കാരണം. കണ്ണൂരിൽ KSU പ്രതിഷേധമുണ്ടായപ്പോൾ വീണ ജോർജ് നടത്തിയത് നാടകമാണ് എന്ന് ജനം വിശ്വസിച്ചു. നേതാക്കളായ തോമസ് ഐസക്, സജി ചെറിയാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റി നാളെയും തുടരും. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലും അതിരൂക്ഷ വിമർശനമാണ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി വീണ ജോർജിനുമെതിരെ അംഗങ്ങൾ ഉന്നയിച്ചത്. MV ഗോവിന്ദൻ പാർട്ടിയെ നയിക്കുന്നതിന് പകരം ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിക്കുന്നതിനാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കണ്ണൂരിലെ പാർട്ടിയിലെ വലിയ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കി. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത് ഇടതു പാർട്ടി അനുഭാവികളെ നിരാശയിലാക്കി. പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയാണെന്നും വിമർശനം ഉയർന്നിരുന്നു. ഏതായാലും മന്ത്രി വീണ ജോർജ് ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയുടെ കരച്ചിൽ പോലും മുതലക്കണ്ണീരാണെന്നാണ് പാർട്ടിക്കകത്തും ഇപ്പോൾ വിമർശനം ഉയരുന്നത്.